എടാ ഞാൻ നിന്നെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. PT സാറിനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡീലാക്കിയിട്ടുണ്ട്. ഇനി സപ്പോസ് PT സാർ നമുക്കിത് തിരിച്ച് തരുന്നില്ല എന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും കൂട്ടാ? ഇടിക്കും. ചോര വരുന്നവരെ ഇടിക്കും. എന്തായാലും സപ്പോസ് അല്ല നടക്കും. അല്ല അങ്ങനെയൊന്നും സംഭവിക്കൂല, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറയുന്ന കൊള്ളാം. എന്തായാലും ഫോം മേടിച്ചോ. ചേരാം വാ. സ്കൂള് വിടുന്നവരെ ഇവിടെ ഇരുന്നോണം, മനസ്സിലായോ? അവന് ചാടാൻ കൊണ്ടൊരു സ്ഥലവേ. നേരെ ഇവൻ ഓടിപ്പോയത് ഇവിടെ വന്നിരിക്കാനാണോ? PT സാറുണ്ടല്ലോ. അരുൺ, എന്റെ പീരീഡാണോ ഈ പരിപാടി? ഇവനിപ്പോ ബിന്ദു മിസ്സിന്റെ ക്ലാസ് ആണല്ലേ. ഇവന്റെ ക്ലാസ് ടീച്ചർ ആരാ മിസ്സേ? ഷീന മിസ്. ആഹാ. ഷീന മിസ്സിനെ ഞാൻ കാണുന്നുണ്ട്. അരുൺ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ. ആ ക്ലാസ് ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ. ഓക്കെ മാം. അവിടുന്ന് ഇങ്ങോട്ടൊരു ഒറ്റ ചാട്ടേ. മിസ് സ്റ്റാഫ് റൂമിലോട്ടല്ലേ? അതെ. ഞാനുണ്ട്. തനിക്ക് മാത്രമല്ല എനിക്കും ക്ലാസ് ഉണ്ട്. മര്യാദയ്ക്ക് ഫോം മേടിച്ചു വന്നു. എടാ അത് ഞാൻ എന്താ ഇവിടെ ഒരു കള്ളത്തരം? ഞങ്ങള് ചുമ്മാ ഇങ്ങനെ. എടാ മേടിച്ചു തരാം. ആദ്യം ആ ബിന്ദു പണം, എന്നാലും എനിക്ക് ആ PT പോയിന്റ്. യെസ് മാം. എന്താ ഇവിടെ ചുറ്റി കറങ്ങുന്നേ? ഞാൻ വെറുതെ ക്ലാസ്സിൽ ഇങ്ങനെ പോകാനായിട്ട്. ക്ലാസ്സിലേക്ക് വാ, ബാക്കി പറയാം. വരും. ഇവിടെ നീ ഞാനല്ല സാർ. നീ അല്ലേ? സത്യമായിട്ട് ഞാനല്ല. ശരി, ശരിയാക്കി തരാം സാർ. എന്ത് മൊബൈൽ? നിനക്കിപ്പോൾ എന്തിനാ മൊബൈൽ? ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം എന്നെ ഒന്ന് കാണും. അപ്പോൾ ആലോചിക്കാം മൊബൈൽ തരണോ വേണ്ടയോ ഒന്ന്. കേട്ടാ? നീ എന്താ ഇവിടെ? ഞാൻ ചേട്ടനെ കാണാൻ വന്ന. അല്ല സാർ. ചേട്ടനെ കണ്ടെങ്കിലുണ്ട്, കൊള്ളാവോ? ക്ലാസ്സിൽ പോടാ. അജേഷ് ഒരു ക്ലാസ്. അണ്ണാ ഇതാരാ? അനുൽ പാലേ. അനുൽ പാലേ. ഇനി ഇതുവഴി ചാടില്ല. അനുൽ പാലേ. അനുൽ പാല. അനുൽ പാല. ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് ഒക്ടോബർ 15-ാം തീയതി, ഡോക്ടർ കലാമിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ ഒരു ഫൈനൽ രൂപം നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്രധാനമായിട്ടും. എടാ നീ എന്തിനാണ് എന്നെ ഇങ്ങനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്? സംഭവിച്ചൊക്കെ നിനക്ക് അറിയാന്നുള്ള കാര്യമല്ലേ? കക്കൂസി കൊണ്ട് സെൽഫി ഉണ്ടാക്കിട്ട് ഫോം മേടിച്ചതിലെ കോമ്പസിന് ഞാൻ കണ്ണി കുത്തു. എടാ നീ ഇങ്ങനെ വയലന്റ് ആവാതെ, ടെൻഷൻ കുറയ്ക്കും, റിലാക്സ്. എൻ്റെ ബാഗിൽ കുറച്ച് കടലിരിപ്പുണ്ട്, എടുക്കട്ടെ? കടല അണ്ണാന്ന് വിളിച്ചോണ്ട് വേറൊന്നും വിളിപ്പിക്കില്ലേ? അപ്പൊ അതിനൊക്കെ നിന്റെ നാവ് പോങ്ങോടാ. നാവ് മാത്രമല്ല കാലും കൈമും കാണോടെ പെരുന്തച്ചാ. പെരുന്തച്ചനാ? എടാ നീ ഇതുവല്ലം കേൾക്കുന്നുണ്ടോ? ഞാൻ മറ്റേ ജസ്റ്റിൻ ബാർബർ സ്റ്റൈലൊക്കെ പിടിച്ചിട്ട് ഇവൻ ചുമ്മാ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറ. എല്ലാ പിള്ളേർക്കും ക്ലാസ് റൂമിൽ ചാർട്ട് പേപ്പർ ഒട്ടിക്കാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, പിറ്റേ ദിവസം അതാത് ക്ലാസ്സിലെ കുട്ടികളെ കൊണ്ട് തന്നെ ആ ചാർട്ട് പേപ്പർ പറപ്പിച്ചോണം. എന്നോട് പറിക്കാൻ പറയും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രിൻസിപ്പൽ മാം നിങ്ങളോട് സംസാരിക്കും. ഇനി മീറ്റിംഗ് കഴിയാൻ ഒന്നും പറയാൻ പറ്റത്തില്ല. പോകാൻ തിരക്കുണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചതിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് ബസ് പോലും കിട്ടത്തില്ല. എന്റെ ഫോണൊന്ന് മേടിച്ചാ? ശരിയാണോ? ബസ് കിട്ടത്തില്ല. ബസ്സൊക്കെ കിട്ടുവാടാ. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടാക്കി തരില്ലേ? ഇതേതായി കൊച്ചു? അതാ ഷീന മിസ്സിന്റെ കൊച്ചാന്നാ തോന്നുന്നേ. കണ്ടാലും പറയും. ഒരു ഐഡിയ ഉണ്ട്, വർക്കൗട്ടായ ആയി. എന്താ? നമുക്കേ ഈ കൊച്ചിനോട് അകത്ത് പോയി ഷീന മിസ്സിനോട് നിന്റെ ഇമ്പോസിന്റെ കാര്യവും PT സാറിനോട് ഇവന്റെ മൊബൈലിന്റെ കാര്യം ചോദിക്കാൻ പറയാം. എന്താണ് ഇപ്പൊ തന്നെ ഇത്ര പണിയായി? എടാ ഒരു സീനില്ല, ഞാനല്ലേ പറയുന്നത്. വേണ്ട. എടാ നീ ധൈര്യം എടുക്കുക, ഞാൻ ഡീൽ ചെയ്തോളാം. വന്നേ. ഡീൽ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത വങ്കത്രവും വിഡിത്രവും ഒന്നും വിളമ്പരുത് കേട്ടോ? എന്താ? മോളുടെ പേരെന്താ? ജസ്ന. ആ മോൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യൂ. മോൾ അകത്ത് പോയി നമ്മുടെ PT സാറില്ലേ, പുള്ളിയോട് ഒരു കാര്യം ചോദിക്കണം. ദാ ഈ വിഡ്ഢി ഉണ്ടല്ലോ, ഇവൻ രാവിലെ ഒരു ഫോൺ കൊണ്ടുവന്നു. അത് PT സാർ പൊക്കി. അപ്പോൾ വൈകിട്ട് തരാമെന്ന സാറ് പറഞ്ഞത്. അതുകൊണ്ട് മോൾ അകത്ത് പോയിട്ട് ചോദിക്കണം, മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ഫോൺ തരാൻ പറ്റുമെന്ന്. പിന്നെ ഞങ്ങളുടെ ഒരു ഇമ്പോസിഷൻ്റെ കാര്യമുണ്ട്. ആ ഇമ്പോസിഷൻ്റെ കാര്യം കൂടെ ഒന്ന് ചോദിക്കണം ഷീന മിസ്സിനോട്, മോളുടെ ഉമ്മച്ചിയോട്. ഇമ്പോസ് ഷേപ്പ് സബ്മിറ്റ് ചെയ്യണമെന്നുള്ളത് ചോദിക്കോ? തെറ്റിക്കരുത്. ഓക്കെ? ഡീൽ? ഓക്കെ, പോയിട്ട്. പ്രതിരോധ ഗവേഷണ സാറേ ആ ചേട്ടന്മാരെ മൊബൈലിൽ തരുമെന്ന് ചോദിച്ചു. ഏത് ചേട്ടന്മാർ? തിങ്കളാഴ്ച പേഴ്സണലായിട്ട് എന്നെ ഒന്ന് കാണാൻ സാറ് പറഞ്ഞു എന്ന് പറയണം.
കേട്ടോ. ഉമ്മച്ചി ഉമ്മച്ചി ആ ചേട്ടന്മാരെ ഇമ്പോസിഷനെ പറ്റി ചോദിച്ചു. ഏത് ചേട്ടൻ? ആ അവിടെ ഇവൻ എന്ത് പൊസിഷൻ? ഞാൻ മറന്നായിരിക്കും. തിങ്കളാഴ്ച വെക്കാൻ പറഞ്ഞാൽ മതി. പുറത്ത് വെക്കാം. PT സാർ എന്താ പറഞ്ഞേ? പീറ്റ് സാറ് തിങ്കളാഴ്ച മൊബൈല് വാങ്ങിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അയ്യോടാ, ഇപ്പം ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഇനി മറ്റേ മൊബൈൽ അല്ല, ഉമ്മച്ചി എന്താ പറഞ്ഞേ? ഉമ്മച്ചി പറഞ്ഞു ചേട്ടൻ വന്നു ഏതായിരിക്കും തിങ്കളാഴ്ച ഇമ്പോസിഷൻ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏത് ചേട്ടൻ്റെ? ഈ ചേട്ടൻ്റെ ഞാനെന്തിനും പൊസിഷൻ വെക്കണം? അപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ടാന്ന്. നല്ല സൂപ്പർ ഐഡിയ. ഇതിപ്പോ കഴിയും തോന്നുന്നില്ല, എന്നത്തെയും പോലെ തന്നെ. ഇനി എന്തെങ്കിലും സാധനം ചെയ്യണം ചേട്ടാ? അയ്യോ, ഇനിയൊന്നും വേണ്ട, ഇത് തന്നെ ധാരാളം. മോള് പൊക്കോ. എനിക്ക് ആ GGTLS വരയ്ക്കുന്ന പോകണം. ഒരു സാരി കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യാൻ. നാളെ റിസപ്ഷൻ ഉണ്ട്, അതിനിടാൻ വേണ്ടിയിട്ടാ. ഇതൊക്കെ നേരത്തെ മേടിച്ചു വെക്കണ്ടേ? അവൻ ഇങ്ങനത്തെ ഒരു ഹർത്താൽ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഏതായാലും ഒരുമിച്ച് വെച്ചാൽ മതി കേട്ടോ. എൻ്റെ അണ്ണ ഞാൻ ഇമ്പോഷൻ സബ്മിറ്റ് ചെയ്തില്ല. ഇങ്ങനെ തിങ്കളാഴ്ച പരീക്ഷ എഴുതാൻ സമ്മതിക്കും. അങ്ങനൊന്നുമില്ല, എന്തായാലും എഴുതിപ്പിക്കും. പിന്നെ പരീക്ഷ എഴുതിപ്പിക്കാതിരിക്കാൻ എന്താ പട്ടാളോ? നീ വാ, ഞാൻ ഇറക്കി തരാം. അണ്ണാ എന്നെ കൂടി ട്രിപ്പിൾസ്. അണ്ണാന്നോ? കുറച്ച് മുന്നേ നീ എന്നെ അങ്ങനെയല്ലല്ലോ വിളിച്ചത്. ട്രിപ്പിൾ ചെല്ലാൻ പറ്റൂല. അണ്ണാ പ്ലീസ് അണ്ണാ, സമയം കഴിഞ്ഞു, ബസ് കിട്ടില്ല പ്ലീസ്. കട അടയ്ക്കുന്നതിന് മുന്നേ അവിടെ എത്തണം. മാത്രമല്ല ഇന്ന് ജസ്സു അവളുടെ പാപ്പച്ചിയുടെ കൂടിയാണ് താമസിക്കാൻ പോകുന്നത്. ഇനി മൊബൈല് കിബൈലെന്ന് പറഞ്ഞ് മേലെ എൻ്റെ പുറകെ വരരുത്, മനസ്സിലായോ? ആ PT പോളിനെയും തിങ്കളാഴ്ച നീ തന്നെ പോയി മേടിച്ചാൽ മതി. ഇവിടെ കഴിഞ്ഞു കേട്ടോ നമ്മൾ തമ്മിലുള്ള ബന്ധം. പെരുന്തച്ഛനല്ലേ? അണ്ണ പെരുന്തച്ഛൻ. അണ്ണാ ഞാൻ പറഞ്ഞേ വേണ്ട. വണ്ടി എവിടെ അണ്ണാ? നമ്മൾ പോണ വഴിക്കാണ് എൻ്റെ കസിൻ്റെ ഷോപ്പ്. എനിക്ക് എന്തായാലും അവിടെ ഇറങ്ങാനുണ്ട്. ജസ്സു എൻ്റെ കൂടെ അവിടെ ഇറങ്ങട്ടെ. ഹസ്ബൻഡിനോട് അവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറയേ. അങ്ങനെ ചെയ്യാല്ലേ? അത് മതി. എന്തായാലും അങ്ങേരെ ആ വഴിയാ വരുന്നത്. APJ അബ്ദുൽ കലാം ഒരു മികച്ച അപ്പം എന്തായാലും നീ സമയം കളയാതെ വേഗം വിളിക്ക്. രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ആ പ്രാന്തൻ ചെക്കൻ അവൻ്റെ വീട്ടിലിറക്കി വിട്ടോണ്ടൊരു സമാധാനമുണ്ട്. ഇനി ആ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരില്ല. എടാ, നിന്റെ ആ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട സൈക്കിൾ കൊണ്ട് സർക്കസ് കാണിക്കുന്ന അവൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ അണ്ണ സർക്കസ് അല്ല, സൈക്കിൾ സ്റ്റാൻഡ്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അവൻ്റെ പേര് വായി കിട്ടണമില്ല. അനുൽ പാലെ. അനുൽ പാല. പാലക്കാരനല്ലേ? അപ്പോൾ ചേച്ചിക്കും അളിയനൊക്കെ അറിയാമായിരിക്കും, ചോദിച്ചോ. എൻ്റെ അണ്ണ പാലെ അല്ല, പാലേ, അനുൽ പാലെ. എന്നിട്ട് ആരാണ് അവൻ? അണ്ണ അനുൽ പാലെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് BMX സ്റ്റാൻഡറാ. BMX എന്ന് പറയുമ്പോൾ ബൈസൈക്കിൾ മോട്ടോക്രോസ്. ഓ, ബൈസൈക്കിൾ മോട്ടോ. അതുപോലും തമ്മിൽ എന്താ? എൻ്റെ അണ്ണ അനുൽ പാലെ മുംബൈ സ്ലംസിൽ നിന്ന് വളർന്നു വന്നൊരു പയ്യനാ. 300 രൂപയുടെ പഴയ ഒരു സൈക്കിൾ വെച്ചാൽ പുള്ളിക്കാരൻ സ്റ്റണ്ടിങ്ങും പരിപാടിയൊക്കെ തുടങ്ങിയത്. ഓ പിറ്റി. എന്നിട്ട് ഇപ്പം റെഡ് ബുൾ സ്പോൺസർ ചെയ്ത് ഒരു 1.5 ലക്ഷം രൂപ വരുന്ന BMX ആ പുള്ളി ഓടിക്കുന്നത്. എടാ, 1.5 ലക്ഷം രൂപയ്ക്ക് നല്ല ടോപ്പ് മോഡൽ ബുള്ളറ്റ് കിട്ടുമല്ലോ. എൻ്റെ അണ്ണ 1.5 ലക്ഷം രൂപയ്ക്ക് അങ്ങനെ പലതും കിട്ടും. എടാ, ഇന്ത്യയിൽ ഈ ഐറ്റത്തിന് അത്ര വലിയൊരു വിലയും ഹൈപ്പും ഒന്നും ഇല്ലല്ലേ? ഇന്ത്യയിൽ അത്ര ഹൈപ്പ് ഇല്ലാണ്ടല്ല, പക്ഷേ ഈ ക്രിക്കറ്റിനും ഫുട്ബോളിനൊക്കെ ഉള്ള ഒരു പബ്ലിസിറ്റി ഇല്ലാന്ന് മാത്രം. ഇപ്പൊ പൂനെയിലും മുംബൈയിലും ചണ്ഡീഗഡിലൊക്കെ BMX സ്റ്റാൻഡേഴ്സ് ഉണ്ട്. ചണ്ഡീഗറിലുണ്ട്? എൻ്റെ അണ്ണ BMX ഒളിമ്പിക്സിൽ വരെയുള്ളൊരു സ്പോർട്ടാ, അറിയോ? ഒളിമ്പിക്സിലൊക്കെ ഉണ്ടാ? പിന്നെ 2008 ബീജിംഗ് ഒളിമ്പിക്സിലാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഓ, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ മാൻ. അതാണ് ഈ ജനറൽ നോളജിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് കേട്ടോ. കൊള്ളാം. എടാ, GKയിൽ എൻ്റെ അത്രയും നരിയായിട്ടുള്ള ഒരാളെ നമ്മുടെ സ്കൂൾ അസംബ്ലിയുടെ ഇടയിലുണ്ടല്ലോ, കല്ലെടുത്ത് എറിഞ്ഞാൽ പോലും കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇല്ല. എന്താ എനിക്കൊരു പുച്ഛം പോലെ? ഒന്നുമില്ല. എൻ്റെ അണ്ണ ഞാൻ പറഞ്ഞല്ലോ, അനുൽ പാല എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അതിന് അപ്പം ഒരു പ്രൊഫഷണൽ BMX സ്റ്റണ്ടർ ആവണമെന്നാ എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിൽ സ്റ്റണ്ടോ റൈഡോ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കൊരു ആഗ്രഹമുള്ളത് ഒളിമ്പിക്സിലോ നോറ കപ്പിലോ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നിനക്കുള്ളല്ലേ? അതിന് നിനക്ക് സൈക്കിൾ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ അറിയാവോ? കുറച്ചൊക്കെ. ആഹാ, ഞാനും ചെയ്യാറുണ്ട്. എന്തില്? സൈക്കിളാ? അല്ല, എൻ്റെ ഈ ആക്റ്റീവയില് ഞാൻ ഇതിന്റെ ഫ്രണ്ട് വെക്കും, ബാക്ക് വെക്കും, വട്ടം കറക്കും, വണ്ടി താ ഞാൻ ഇങ്ങനെ കിടത്തും. പേടിച്ച് എടാ, ട്രാഫിക്കിൽ ഞാൻ ബ്രേക്ക് പോലും പിടിക്കാറില്ല. പിന്നെ ചുമ്മാ ഇങ്ങനെ അങ്ങനെ എടുത്തോണ്ട് പോകും. അതുകൊണ്ട് പോലീസിന് എന്നെ കിട്ടാൻ. ഇമ്പോഷൻ കാണിക്കണം, അല്ലെ എക്സാം എഴുതിക്കില്ല. അത് മണ്ട കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളോടല്ല എന്നോടല്ലോ, ഒന്ന് വേഗം പോകണ്ട. ഇതിന് എത്ര സ്പീഡൊക്കെ ഉള്ളൂ? ഒന്ന് പെട്ടെന്ന് പോണ. ഉണ്ടാക്കുന്നു, ഒന്ന് പോകണ്ട. അപ്പൊ ശരി. ശരി ലക്ഷ്മി. അണ്ണാ കാറോടെ നിർത്തി. അതിന് അണ്ണനെ വണ്ടി നിർത്തിയേ. എനിക്ക് ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. എന്നാ പ്ലീസ് ഇവിടെ വരെയുള്ളൂ, ഒന്ന് കൊണ്ടുപോകാം. കുറച്ചല്ലേ ഉള്ളൂ, അപ്പൊ നീ ഇറങ്ങി അങ്ങ് നടന്നാൽ മതി. അണ്ണാ ഇറങ്ങണ പോട്ടെ. പറഞ്ഞിട്ടാണ്ടാ വന്നത്.
ചേച്ചി കുറച്ച് ദിവസമല്ലോ ആ കണ്ടിട്ട്. ഒന്നും പറയണ്ട. ട്രെയിനിങ് ആയിരുന്നു 4 ദിവസം. എന്താ ചെയ്യേണ്ടത്? ഫേഷ്യൽ ആണോ? ക്ലീനപ്പ് മതി. ഓക്കെ. മോളോട് ഇരിക്കട്ടോ, വാപ്പച്ചി ഇപ്പൊ വരും. ചേച്ചി ഒരാൾ കഴിയാനുണ്ടേ. ആ കുഴപ്പമില്ല. എന്നെയാണോ? ഹായ്. അതെ ചേട്ടൻ നീ ഞങ്ങളുടെ കാറിന്റെ പുറകെ വന്നേ. ഞാൻ വരുന്ന മോള് കണ്ടായിരുന്നോ? എന്തിനാ വന്നേ? അതെ, ഷീനാമസിന് ഇമ്പോഷൻ കാണിക്കാനാ. ഉം. ഇന്ന് വൈകിട്ടത്തേക്കുള്ള ഇമ്പോഷൻ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ മോളുടെ ഉമ്മച്ചിയെ ഈ ചേട്ടനെ എക്സാം എഴുതിക്കില്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഉമ്മച്ചി അതൊക്കെ ചുമ്മാ പറയുന്നതാ. ഉമ്മച്ചി എഴുതിക്കും. ഉമ്മച്ചി ഒരു പാവം. പാവം. എനിക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ലേ. ചേട്ടൻ ആ കുഞ്ഞു കട കണ്ടോ? ആ. അവിടെ നിന്നുണ്ടല്ലോ കണ്ണാസ് ചീരമുട്ടായി കിട്ടും. നമുക്കൊന്ന് അവിടെ പോയാലോ? ആ ആയിക്കോട്ടെ, അതിനെന്താ. ദേ ആ ആയുർവേദിക് ഷോപ്പ് കണ്ടോ? അവിടെ നിന്ന് ചേട്ടനും ഒരു മരുന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് അവിടെ പോയി 2 സാധനം ഒറ്റയടിക്ക് വാങ്ങിക്കാം. ഓക്കെ? പീസ് ഔട്ട്. അതെന്തുവാ? പീസ് ഔട്ട് എന്താണെന്ന് അറിയത്തില്ലേ? ഇല്ല. അയ്യേ, ഇത് കൈ ഇങ്ങനെ അടിച്ചേ, ഇങ്ങനെ വെച്ചേ. പീസ് ഔട്ട് എന്ന് പറഞ്ഞേ. പീസ് ഔട്ട്. ഇങ്ങോട്ട് അടിച്ചേ. ആ അതാണ് ചക്കര കേട്ടാ. ബേബി കൈ മുറുക്കെ പിടിച്ചോട്ടോ. ചേട്ടന്റെ പേര് നോൺസെൻസ് എന്നാലേ. മോളോടാരാ പറഞ്ഞേ? ഉമ്മച്ചി ലക്ഷ്മി മിസ്സിനോട് പറയുന്ന കേട്ടതാ. അത് ചിലപ്പോ ചിലർ അങ്ങനെയൊക്കെ വിളിക്കും. പിന്നെ എന്റെ പേര് അരുണ. മോളെന്ന് ലക്ഷ്മി മിസ്സിന്റെ കൂടെ ഇറങ്ങിയേ? മോളിന്ന് വാപ്ചിയുടെ കൂടെയാ പോകുന്നേ. ആണോ? ചേട്ടാ ഒരു കണ്ണാസ് ജീരം മിഠായി. ചേട്ടാ ഒരു സിഗരറ്റ്. ചില്ലറ ഉണ്ടെത്താ ഇപ്പൊ അടയ്ക്കാനുള്ള. അത് കുഴപ്പമില്ലെന്ന്. എന്തെന്ന് കുഴപ്പമില്ല. ഒരു തീപ്പട്ടിയും 4 വിക്സ് മിഠായി തന്നാ മതി. യുമാർക്ക് ഒരു ഹർത്താല് വല്ല കാര്യമുള്ള കാര്യമാണോ? താങ്ക് യു. ഒരു പണിയില്ല യുമാർക്ക്. എടാ നീ വരുന്ന വഴിക്ക് വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? ഏയ് ഞാനൊന്നും കണ്ടില്ല. ഉണ്ടോ? എത്ര ചേട്ടാ? 7. താങ്ക് യു. ഇതെന്താ ഐറ്റം? ഇത് ഉമ്മച്ചി ജസുവിന് മാത്രം ഉണ്ടാക്കി തരുന്ന സ്റ്റാറാ. വാ, ഇനി നമുക്ക് മരുന്ന് വാങ്ങിക്കാട്ടോ. ചേട്ടാ മൃദ സഞ്ജീവനി ഉണ്ടാവോ? ഒരു കുപ്പി. മൃദ സഞ്ജീവനി. ചേട്ടാ വലുതെടുത്തോ. എത്ര ചേട്ടാ? 85. ചില്ലറയുണ്ടോ? 5 രൂപ. ചേഞ്ച് ഇല്ല ചേട്ടാ. ചേട്ടാ ഇത് മതിയോ? 3 രൂപ മതിയോ? ചേട്ടാ 3 മതിയോ? 5 രൂപ വേണം. 5 ഇല്ല ചേട്ടാ. ഈ സമയത്ത് ഒറ്റോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യാനാ? എവിടെ നിന്ന് ചേഞ്ച് തരാനാ? തുറക്കലടക്കലൊക്കെ ഒരുമിച്ചല്ലേ? എന്താ നീ അപ്പുറത്തെ കട പൂട്ടുന്നതിന് വേഗം പോയി ചേഞ്ച് വാങ്ങിട്ട് വാ. ഈ നേരത്താണ്. ബേബി ജസു ഇവിടെ ഇരുന്നോട്ടോ. ചേട്ടൻ അപ്പുറത്തെ കട ചോദിച്ചിട്ട് വേഗം വരാം. എവിടെ പോയി ഇത്? Two, 4, 5, 6. ചേട്ടാ ചേഞ്ച് ഉണ്ടാവും ഒരു 5 രൂപ എടുക്കാൻ. ഒന്ന് പോയടാ. എന്തൊരു ശബ്ദം കേട്ട്? കൊണ്ടുപോ, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതിനകത്ത് സ്ഥലമില്ല. ഞാൻ ജീപ്പ് പിടിക്കട്ടെ. കാറ് ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ആ ഓട്ടോറിക്ഷ പിടിക്കേ. ചേട്ടാ എന്നെ ഓർമ്മയില്ലേ രാവിലെ? ആ കേറ് താലൂക്ക് ആശുപത്രിയിലേക്ക് പോയാ പോരെ? ആ ശരി പോകട്ടാ. ഒന്ന് വേഗം പോകട്ടാ.